ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷമല്ല, 2 വർഷം കഴിഞ്ഞു എന്നാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല വീഡിയോസ് ഇടുന്നത് കേട്ടോ. ഒരു മാസം ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസ് ഇടും, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബ്രേക്ക് എടുക്കും, പിന്നെയും കുറെ വീഡിയോസ് ഇടും. ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആണ് ഇങ്ങനെ ഒരു വർഷത്തോളമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്. പക്ഷെ ആ വീഡിയോസിന്റെ ക്വാളിറ്റി എടുത്ത് നോക്കിയാലും വളരെ പത്തറ്റിക് ആണ് എന്റെ വീഡിയോ ക്വാളിറ്റിയും പ്രസന്റേഷൻസും എഡിറ്റിങ്ങും എല്ലാം. ഞാൻ ഒട്ടും എഡിറ്റ് ഒന്നും ചെയ്യാതെയാണ് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. എന്നെ പോലെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പല കാര്യങ്ങളിലും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ വിചാരിക്കും വീഡിയോസ് ഒട്ടും റീച്ച് ആവുന്നില്ല അല്ലെ, എനിക്ക് ബാലികേറാം മലയായിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളത് കേട്ടോ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ അത് അച്ചീവ് ചെയ്തു. ഇപ്പോ എനിക്ക് 4000 വാച്ച് അവേഴ്സ് അതായത് റീച്ച് ചെയ്യാന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷെ എത്രയൊക്കെ പോയാലും 4000 ആവുന്നില്ല. ഇപ്പൊ എന്റെ വാച്ച് അവർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 30 വാച്ച് അവറേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി 4000-ത്തിലോട്ട് എത്തണമെങ്കിൽ ഒരു വർഷത്തിലാണ് കേട്ടോ 4000-ത്തിലോട്ട് എത്തേണ്ടത്. എന്റെ അമ്മയെ ഓർക്കാൻ തന്നെ വയ്യ. പക്ഷെ ഇതൊക്കെ ആലോചിച്ച് ഞാൻ പുറകിലോട്ട് പോവുക വെച്ചാൽ പോവൂല. എന്നാ നിർത്തിപ്പൊയ്ക്കൂടെ, വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യൂല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫ് മോട്ടിവേഷൻ വരും. എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റിക്കൂടാ, ഐ എം എ കേപ്പബിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് അങ്ങോട്ട് മോട്ടിവേറ്റഡ് ആവും. പിന്നെ കുറെ കാലത്തേക്ക്, അതായത് 1-2 മാസത്തേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടലായിരിക്കും. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവാറില്ല, സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറാറില്ല, വാച്ച് അവർ ഒന്നും കൂടാറില്ല. പക്ഷെ എന്നാലും ഞാനത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ കബേർഡുകളുടെ കാര്യം കേട്ടോ. ഞാൻ ഒരു ദിവസം ഇരുന്ന അയ്യോ എനിക്ക് ഭയങ്കര നീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കബേർഡിലെ തുണികളൊക്കെ മടക്കി ഒതുക്കി വെക്കും. പക്ഷെ എത്ര കാലത്തേക്ക് എന്ന് ചോദിച്ചാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസത്തേക്ക്. ഇതാണ് എൻ്റെ കബോർഡുകൾ നീറ്റ് ആയിരിക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയപടി തന്നെ ആവും. അപ്പോ പക്ഷെ ഞാൻ വീണ്ടും സെൽഫ് മോട്ടിവേറ്റഡ് ആവും, വീണ്ടും അത് അടുക്കി പെറുക്കും. ഇതെന്റെ ഒരു ശീലമാണ്. അപ്പൊ എന്നെ തളർത്താൻ ഒന്നിനെ കൊണ്ടും ആവില്ല. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരോടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്നെ പോലെയുള്ള കുറച്ച് പേർക്കുള്ള ഒരു മോട്ടിവേഷൻ, അതായത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെന്താ, കുറെ കാര്യങ്ങൾ നമ്മൾ കുറെ പേരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ലേ? അങ്ങനെ ചില തോന്നലുകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്റെ ചെറിയ ചില തോട്ട്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാന്ന്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട്. അപ്പൊ ബൈ ബൈ.